ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിക്ഷ്ണാദി ആർട്ട് വേൾഡ്. ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോ ആണ്. ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നവർക്ക് അറിയുന്നതായിരിക്കും, പക്ഷെ മറ്റു പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നമ്മൾ സാധാരണ ബീഡ്സിൻ്റെ ലേസ് വാങ്ങിച്ചിട്ട് ഡ്രസ്സിൽ നെക്ക് ലൈനിൽ സ്റ്റിച്ച് ചെയ്യാറുണ്ട് മെഷീൻ ഉപയോഗിച്ചിട്ട്. പക്ഷെ നമുക്ക് വെറും ബീഡ്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കൈ കൊണ്ട് സൂചിയും നൂല് ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ ബീഡ്സ് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ, കൈകൊണ്ട് തുന്നിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ചെയ്തിട്ടുള്ള ഒരു പഴയ ഫ്രോക്കാണിത്. അപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു നെക്ക് ലൈനുള്ള ഒരു ഫ്രോക്കിൽ ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഹാൻഡ് എംബ്രോയിഡറിയുടെ ത്രെഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൂചി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സൂചിയിൽ നൂല് കോർത്ത് കൊടുക്കാം. അതിൻ്റെ അറ്റം കെട്ടിയതിന് ശേഷം സാധാരണ പോലെ ഒന്ന് ബാക്കിൽ നിന്ന് ഒന്ന് സ്റ്റിച്ച് താഴെ നിന്ന് ഒന്ന് തുന്നി പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം സൂചിയിലൂടെ ഒരു ബീഡ് കോർത്തെടുക്കുക. ആ ബീഡ് കോർത്തെടുത്തതിന് ശേഷം അത് നൂലിൻ്റെ അറ്റത്തേക്കായിട്ട് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ അത് ഇടത് കൈ കൊണ്ട് ഒന്ന് പിടിച്ചു വെച്ചതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും അതുപോലെ തന്നെ കുത്തിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ബീഡ് അവിടെ ഫിക്സ് ആയിട്ടുണ്ടാവും. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഒരു ബീഡ് ഇതുപോലെ തന്നെ സൂചിയിൽ ആദ്യം കോർത്തെടുക്കുക. അത് നൂലിൻ്റെ അറ്റത്ത് കൊണ്ടുവന്നിട്ട് പിടിച്ചു വെച്ചതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ ഉള്ളിലേക്ക് കുത്തി വലിച്ച് ടൈറ്റാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ബീഡും അതുപോലെ തന്നെ ഫിക്സ് ആയി കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് ഗ്യാപ്പ് ഇടുന്നത് നല്ലതാണ്. ഒരു ബീഡ് മറ്റൊരു ബീഡുമായിട്ട് മുട്ടി നിൽക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ട് നെക്ക് ലൈനിൽ ഇതിങ്ങനെ നിൽക്കില്ല, കുറച്ചിങ്ങനെ അതിൻ്റെ ഓർഡർ ഒന്നും ഇങ്ങനെ മാറി മാറിപ്പോവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ഗ്യാപ്പ് ഇടണം. ഇപ്പോൾ ലേസിലാണെങ്കിലും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത ബീഡ് ഉണ്ടാവുക. ബീഡുകൾ തമ്മിൽ മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാറ്റേണിന് കാണുമ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഏകദേശം ഒരേ അളവിൽ തന്നെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ ബീഡും കോർത്ത് അതുപോലെ തന്നെ ഉള്ളിൽ നിന്ന് കുത്തി അത് അവിടെ ഫിക്സ് ചെയ്ത് അങ്ങനെ പോവാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിത് നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ലേസ് ഒന്നും മേടിക്കാതെ തന്നെ ബീഡ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ വൃത്തിയായിട്ട് നെക്ക് ലൈനിൽ ബീഡ്സ് വർക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷന് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും മിസ്സാവാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.